അന്ന് രാത്രിയായപ്പോൾ താബോയുടെ മരണത്തിന് കാരണം നിങ്ങളുടെ അശ്രദ്ധയാണെന്ന് പറഞ്ഞു മറോക്ക് രാജാവ് റായ്ബോയോട് ഒരുപാട് അലറി തന്നു. റൈബോ വിഷമിച്ച് നടക്കുമ്പോഴാണ് അവൻ ഒരു കാഴ്ച കണ്ടത്. അത്രയും മനോഹരമായ ഒരു ജീവിയെ അവൻ ആദ്യമായാണ് കാണുന്നത്. ആ പക്ഷി പറന്നു പറന്നു അവന്റെ മുന്നിൽ വന്നു നിന്നു. റൈബോ അതിനെ അത്ഭുതത്തോടെ നോക്കി. റൈബോ, എന്റെ പേര് ഹെലിയാര. സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്കൊരു അറിയിപ്പുണ്ട്. താബോയെ നഷ്ടപ്പെട്ടതിലുള്ള നിങ്ങളുടെ കാടിന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് താബോയെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്കൊരു അവസരം തരികയാണ്. പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ മറികടന്ന് അവന്റെ അടുത്തേക്ക് നിങ്ങൾ പോയാൽ മാത്രമേ അവനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ഏത് തീരുമാനം വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഒന്നുകിൽ താബോയ്ക്ക് വേണ്ടി വരാം, അല്ലെങ്കിൽ അവനെ എന്നേക്കുമായി മറക്കുക. ഞാൻ അടുത്ത തവണ വരുമ്പോൾ റൈബോയുടെ തീരുമാനം എന്നെ അറിയിക്കണം. അത്രയൊക്കെ പറഞ്ഞു ഹെലിയാര അപ്രത്യക്ഷമായി. റൈബോ ഒന്നും മനസ്സിലാവാതെ ഗോർണാക്കിന്റെ അടുത്തേക്ക് ഓടി. നിങ്ങൾക്ക് ഗോർണാക്കിനെ പരിചയം ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞു തരാം. അതൊരു 1.5 മുതലാ. ഗോർണാക്കിനെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും അവന്റെ പിതാവിനെ നിങ്ങൾക്ക് അറിയാതിരിക്കില്ല. അങ്ങേരുടെ പേര് കോങ്. മുഴുവൻ പേര് കിങ് കോങ്. സിനിമകളിൽ ലോകം മുഴുവൻ അറിയപ്പെട്ട ആ കോങ് ഇടയ്ക്കൊക്കെ മകനെ കാണാൻ സിൽവാരയിലേക്ക് വരാറുണ്ട്. മനുഷ്യരുടെ കൂടെയുള്ള സിനിമകളിൽ നിന്ന് ലഭിച്ച പല അറിവുകളും അഭ്യാസങ്ങളും കോങ് തന്റെ മകനെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിച്ചിരുന്നു. ഒരുപാട് കാലം കോങ്ങിന്റെ പരിശീലനം നേടിയാണ് ഗോർണാക്ക് ഇത്ര ശക്തമായി വളർന്നത്. ആ ഗോർണാക്കിന്റെ അടുത്തേക്കാണ് റൈബോ ഓടിയത്. ഗോർണാക്കിനോട് ആ പക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ റൈബോ വിശദീകരിച്ചു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവ് എനിക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ അന്ന് ഞാൻ വിശ്വസിച്ചില്ലെങ്കിലും നീ ഇപ്പോ പറയുന്നത് കേൾക്കുമ്പോൾ അതൊക്കെ സത്യമാണെന്ന് തോന്നുന്നു. ഒരുപാട് ദൂരെ നമ്മൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്താണ് സ്വർഗം. ചില കുട്ടികൾ മറ്റൊരാളുടെ ആക്രമം കാരണം നമ്മളെ വിട്ടുപോകേണ്ടി വരികയും ആ വേർപാടിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് സഹിക്കാനാവാത്ത വിഷമവും ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ മാലാഖമാർ ആ മരണപ്പെട്ടു വന്നവരോട് തിരിച്ചു പോകണോ എന്ന് ചോദ്യം ചോദിക്കുമത്രേ. ഭൂരിഭാഗം പേരും സ്വർഗം കാണുമ്പോൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കില്ല. പക്ഷേ നമ്മുടെ താബോ പറഞ്ഞിട്ടുണ്ടാവും അവനെ തിരിച്ച് നമ്മളുടെ അടുത്തേക്ക് തന്നെ വരണമെന്ന്. ഇവിടുന്ന് അവനു വേണ്ടി അത്രയും ദൂരം യാത്ര ചെയ്ത് തടസ്സങ്ങൾ മറികടന്ന് അവിടെ എത്തിയാൽ മാത്രമേ അവനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. പക്ഷേ അതൊന്നും നിന്നെ കൊണ്ട് സാധിക്കില്ല റൈബോ. പോകുന്ന വഴിയിൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാവും. ഒരുപാട് കഴിവുള്ളവർക്ക് പോലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നാണ് എന്റെ പിതാവ് പണ്ട് പറഞ്ഞു തന്നത്. നീ തൽക്കാലം ഇതൊന്നും ചിന്തിക്കാതെ പോയി കിടന്നോളൂ. കുറച്ചു ദിവസം കഴിയുമ്പോൾ ആരും തേടി വരില്ല എന്ന് മാലാഖമാർ മനസ്സിലാക്കുമ്പോൾ സ്വർഗത്തിൽ തന്നെ താബോയെ നിർബന്ധിച്ച് നിർത്തിക്കൊള്ളും. ഗോർണാക്ക് പറഞ്ഞതും കേട്ട് മനസ്സില്ലാ മനസ്സോടെ റൈബോ പോയി. ക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അവനൊരു ശബ്ദം കേട്ടു. റൈബോ, ഗോർണാക്ക് പറഞ്ഞതാണ് ശരി. ഞാനില്ലെന്ന് കരുതി നീ വിഷമിക്കരുത്. എന്നെ തേടി വന്നാൽ നീയും അപകടത്തിൽപ്പെട്ടേക്ക്. അല്ലെങ്കിലും എനിക്ക് ഒരുപാട് കാലം നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയി. സ്വപ്നമാണോ സത്യമാണോ എന്ന് മനസ്സിലായില്ല. റൈബോ ഞെട്ടി എണീറ്റു. അവൻ വീണ്ടും ഗോർണാക്കിന്റെ അടുത്തേക്ക് ഓടി. ആ ഓട്ടത്തിൽ താബോയുടെ മുഖം അവന്റെ മനസ്സിൽ മിന്നി മറഞ്ഞു. ഗോർണാക്ക്, അവനെ കൊണ്ടുവരാൻ ഞാൻ പോയിക്കോളാം.
ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുകയാണ്, നിന്നെ കൊണ്ട് അവിടേക്ക് എത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പോണം. എന്നാൽ ഇനി ഞാൻ നിന്നെ എതിർക്കുന്നില്ല. പക്ഷേ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിൽ ഞാൻ നിനക്ക് പരിശീലനം തന്നതിന് ശേഷം മാത്രമേ നീ പോകാവൂ. നീ ഇപ്പോൾ തന്നെ പോയി കിടന്നു ഉറങ്ങി നാളെ അതിരാവിലെ തന്നെ എന്റെ അടുക്കലേക്ക് പരിശീലനത്തിനായി എത്തണം. ഗോർനാക്ക് പറഞ്ഞ പോലെ റൈബോ അടുത്ത ദിവസം നേരത്തെ തന്നെ പരിശീലനത്തിന് വേണ്ടി എത്തി.